വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ജനറൽ സയൻസ് ഭാഗത്ത് നിന്ന് വരുന്ന ഫിസിക്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒപ്റ്റിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടോപ്പിക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 7ാം ക്ലാസ്സിൽ ഫിസിക്സിൽ എന്തുണ്ട്, ലൈറ്റിനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 8ാം ക്ലാസ്സിൽ എന്തുണ്ട്, ലൈറ്റിനെ പറ്റി പറയുന്ന ചാപ്റ്റർ ഉണ്ട്. 10ാം ക്ലാസ്സിലും 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന ലൈറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് വരുന്ന പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഈ പറയുന്ന 4 ചാപ്റ്ററും കവർ ആകുമെന്നല്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് തുടങ്ങി വയ്ക്കും. 1, 2, 3 പാർട്ടുകൾ കൊണ്ട് നമ്മളത് അവസാനിപ്പിക്കുകയും അതിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ പറയുന്ന ലൈറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ള, എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ കുറച്ച് പുറത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളുടെ അടുത്ത് ലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും ബേസിക്കായി പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എനർജിയുടെ ഒരു ഫോമാണ്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നമുക്കറിയാം ലൈറ്റ് സഞ്ചരിക്കുന്ന ഒന്നാണ് അല്ലേ. സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് ഭൂമിയിലേക്ക് വരുന്നു, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ബൾബിലെ ലൈറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നു അല്ലേ. അപ്പോൾ ലൈറ്റ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലാണ്. ലൈറ്റ് സഞ്ചരിക്കുന്നത് എന്തിൻ്റെ ഫോമിലാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരേ സമയം ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അതുപോലെ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെയും സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള വൈബ്രേഷനിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ്. ലൈറ്റിനെ പറ്റിയുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്സ്. അപ്പോൾ ഒപ്റ്റിക്സ് ആണെന്ത്? ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി. ഇത് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്സ്. ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ലൈറ്റിന് വാക്യൂമിലൂടെ സഞ്ചരിക്കാൻ, അതായത് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ ശൂന്യതയിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിനെ നമ്മൾ സ്മോൾ ലെറ്റർ സി കൊണ്ടും എന്ത് ചെയ്യാറുണ്ട്? ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ലൈറ്റ് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ലൈറ്റിന് വാക്യൂമിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ വാക്യൂമിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് കണ്ടെത്തിയത് റോമർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ആരാണ്? റോമർ. ഇനി നമുക്കറിയാം, അപ്പോൾ നമ്മൾ വാക്യൂമിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് സൂര്യനിൽ നിന്ന് നമ്മുടെ ശൂന്യാകാശത്തിലൂടെ ഭൂമിയിലേക്ക് ലൈറ്റ് വരുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ലൈറ്റ് എത്താൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചാൽ അത് 8 മിനിറ്റും 19 സെക്കൻഡുമാണ്. 8 മിനിറ്റും 19 സെക്കൻഡും. ഇത് ജനറൽ അവയർനെസ്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. 8 മിനിറ്റും 19 സെക്കൻഡും കൊണ്ടാണ് സൂര്യനിൽ നിന്നും ലൈറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത്. ഇനി ചന്ദ്രനിൽ നിന്ന് ലൈറ്റ് ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 1.28 സെക്കൻഡാണ്. പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ പേര് കാൻഡല എന്നാണ്. ഓക്കെ, നമ്മൾ ബേസിക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്ത് പഠിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ വരുന്ന യൂണിറ്റുകളും കൂടെ അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും അല്ലേ. ഞാൻ ഫിസിക്സിൻ്റെ സിലബസ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഫിസിക്സിൽ യൂണിറ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, കെമിസ്ട്രിയിലും ഉണ്ട്. ഈ പറയുന്ന യൂണിറ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ SSCക്കും RRBക്കും ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ യൂണിറ്റും കൂടെ പറഞ്ഞു പോകും. ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റാണ് കാൻഡല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോം ഓഫ് എനർജിയാണ്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒരുപോലെയുള്ള വൈബ്രേഷനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അത് ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമില്ല. ലൈറ്റിന് വാക്യൂമിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ വാക്യൂമിലൂടെ സഞ്ചരിക്കുമ്പോൾ ലൈറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് കണ്ടെത്തിയ വ്യക്തിയാണ് റോമർ. ലൈറ്റിന് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്താൻ
8 മിനിറ്റും 19 സെക്കൻഡും വേണം. 8 മിനിറ്റും 19 സെക്കൻഡും. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ എത്ര സെക്കൻഡ് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഉത്തരം പറയും? ഒന്ന് കമൻ്റ് ആയിട്ടിട്ടെ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ലൈറ്റ് എത്താൻ എത്ര സെക്കൻഡ് വേണം? ഇനി ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് ലൈറ്റ് എത്താൻ വേണ്ടത് 1 മിനിറ്റും 28 സെക്കൻഡുമാണ്. ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയുടെ പേരാണ് ഒപ്റ്റിക്സ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണെന്ത്? കാൻഡല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയതാ, നമുക്ക് മുന്നേ ഈ പറയുന്ന ഒരു ചോദ്യം, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അതായത് 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലൈറ്റ് ഈസ് എ ഡാഷ് എന്നായിരുന്നു ചോദ്യം. അതിൻ്റെ കറക്റ്റ് ഉത്തരമാണ് ഈ ലൈറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ലൈറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണെന്ന് നിങ്ങൾക്കറിയാം. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് സഞ്ചരിക്കുന്നതെന്നറിയാം. ആ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതെന്താണ്? ഒരു നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അറിഞ്ഞൂടാ, എനിക്കറിയാം നിങ്ങൾക്ക് മെക്കാനിക്കൽ വേവ് എന്താണെന്നുള്ളതും അതുപോലെ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്നുള്ളതും മറന്നുപോയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് വേവ്സ് അഥവാ തരംഗങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മെക്കാനിക്കൽ വേവും മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എന്താണ്? മെക്കാനിക്കൽ വേവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. അപ്പം നോക്കിക്കോ, എന്താണ് മെക്കാനിക്കൽ വേവ്? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമായിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ ശബ്ദം, വെള്ളത്തിലൂടെ ഉണ്ടാകുന്ന തിരമാലയുടെ വേവ്, ഭൂമിയിലുണ്ടാകുന്ന സീസ്മിക് വേവ് ഒക്കെ മെക്കാനിക്കൽ വേവിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു ലൈറ്റിന് സഞ്ചരിക്കാൻ മീഡിയം വേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് എന്താണ്? അതൊരു നോൺ മെക്കാനിക്കൽ വേവാണ്. അതെന്ത് വേവാണ്? നോൺ മെക്കാനിക്കൽ വേവാണ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. എക്സാമ്പിൾ വരുന്നതാണ് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമറേ എന്നൊക്കെ പറയുന്നത്. ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡ് ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ്? വാക്യൂമിലൂടെയാണ്. അപ്പോൾ ലൈറ്റ് എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ലൈറ്റ് ഒരു നോൺ മെക്കാനിക്കൽ വേവ് ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കാര്യം നോക്കാം. വേവ്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വീണ്ടും അതിൽ പ്രൊപ്പഗേഷൻ്റെ ദിശയും അത് വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും അനുസരിച്ച്. അപ്പോൾ നോക്കിക്കോ, ലൈറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ആദ്യം നിങ്ങളൊരു വേവ് അഥവാ തരംഗം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു മീഡിയം ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഒരു കല്ലെടുത്തിട്ടു. അപ്പോൾ കല്ലെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ മീഡിയത്തിനെ ഡിസ്റ്റർബ് ചെയ്തതല്ലേ. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഈ പറയുന്ന കല്ല് വന്ന് വീണ സ്ഥലത്ത് പാർട്ടിക്കിൾസിന് എന്ത് കിട്ടി? വൈബ്രേഷൻ ഉണ്ടാവും അല്ലേ? എനർജി കിട്ടി, അത് വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ എന്ത് ചെയ്യും? മറ്റ് ദിശയിലോട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ നമുക്ക് വേവ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വേവ്സ് ഉണ്ടാകുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയും, 2 അതിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും. നമ്മൾ കല്ലെടുത്തിട്ടപ്പോഴത്തേക്കും ഈ പറയുന്ന കല്ല് താഴോട്ട് പോയി. അപ്പോൾ മുകളിലോട്ടും താഴോട്ടുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ വേവ് മൂവ് ചെയ്യുന്നതാണെങ്കിലോ വലത്തേക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയും മൂവ് ചെയ്യുന്ന ദിശയും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ വന്നാൽ അത്തരം വേവുകളെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഒരു വേവ് പറയുമ്പോഴത്തേക്കും 2 ദിശകളാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന്, അതിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന ദിശയും. വെള്ളത്തിൽ കല്ലിടുമ്പോൾ കല്ല് വീഴുന്നു, പക്ഷേ ദിശ എന്താണ്? ഇങ്ങനെയാണ് മൂവ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയും പെർപെൻഡിക്കുലർ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. സർഫസ് ഓഫ് ദ വേവ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ. ദ മീഡിയം മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്സ് ആണെങ്കിൽ അത്തരം വേവ്സിനാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? ലൈറ്റ് എന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവും അത്തരത്തിലാണ് പോകുന്നത്. കണ്ടോ? മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു, പക്ഷേ മൂവ് ചെയ്യുന്ന ദിശ ഇതാണ്. ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നേരെ മറിച്ച് ഒരു സ്പ്രിങ് നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക. ഒരു സ്പ്രിങ്ങിൽ നമ്മൾ തട്ട് കൊടുത്താൽ ആ സ്പ്രിങ് ഇങ്ങനെ ആയല്ലേ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു കംപ്രഷൻ ഉണ്ടാകും, അതുപോലെ ഒരു റെയർ ഫ്രാക്ഷൻ ഉണ്ടാവും, വീണ്ടും ഒരു കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും അത് വേവ് മൂവ് ചെയ്യുന്ന ദിശയും ഒന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ആൾട്ടർനേറ്റിംഗ് കംപ്രഷനും റെയർ ഫ്രാക്ഷനുമാണ് ഉണ്ടാവുന്നത്. ആ മീഡിയം മൂവ് ചെയ്യുന്ന എന്തായിരിക്കും? സെയിം ഡയറക്ഷൻ ആസ് ദ വേവ് അല്ലേ? വേവ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമെങ്കിൽ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ പറ, ലൈറ്റ് എന്താണ്? അതൊരു ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ? ലൈറ്റിനകത്ത് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നോൺ മെക്കാനിക്കൽ, കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ അല്ല, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സോ ലൈറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ്. പഠിച്ചു വെച്ചോ, ലൈറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ്. ശരി, അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാണ് ഈ ബ്രാക്കറ്റിനകത്ത് പോളറൈസേഷൻ എന്ന് എഴുതിയേക്കുന്നതാണ്? അതിന് കാരണമുണ്ട്.
ലൈറ്റ് ഒരു നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ലൈറ്റിനെ നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് പോളറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലിമിറ്റിംഗ് ദ വൈബ്രേഷൻ ഓഫ് ദ ലൈറ്റ് വേവ്സ് ടു എ സിംഗിൾ ഡയറക്ഷൻ. കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ പോളറൈസ്ഡ് സൺ ഗ്ലാസുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും നല്ല എക്സാം ഇപ്പം നിങ്ങളും പലരും ഗ്ലാസ് വയ്ക്കുന്നവരാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ വെച്ചേക്കുന്ന കൂളിംഗ് ഗ്ലാസ് നോക്കി കഴിഞ്ഞാൽ അത് പോളറൈസ്ഡ് ഗ്ലാസ് ആണ്. എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കറക്റ്റ് നമ്മളെ കണ്ണിൽ അടിക്കത്തില്ല. അതിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അൺപോളറൈസ്ഡ് ലൈറ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തപ്പോൾ അതിനകത്ത് രണ്ട് ദിശയിൽ അല്ലേ, എക്സ് ദിശയിലോട്ട് ലൈറ്റ് പോകുന്നെങ്കിൽ വൈ ദിശയിലും ഇസഡ് ദിശയിലും എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പോളറൈസറിലൂടെ കടന്നു പോയപ്പോൾ കണ്ടോ, പിന്നെ അതൊരൊറ്റ ദിശയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ദിശയിൽ വരുന്ന ലൈറ്റ് വേവിൻ്റെ വൈബ്രേഷനെ ഒറ്റ ദിശയിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് സിമ്പിളായി പറഞ്ഞാൽ പോളറൈസേഷൻ. ഇങ്ങനെ പോളറൈസ് ചെയ്യണമെങ്കിൽ അത് ആരെയായിരിക്കും? അതൊരു ട്രാൻസ്വേഴ്സ് വേവിനെ മാത്രമേ നമുക്കിങ്ങനെ പോളറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പോളറൈസേഷൻ ലൈറ്റിന് പോസിബിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുള്ളത്. കൺഫ്യൂഷൻ ആവരുത്, മനസ്സിലാക്കുക. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന്. ആ നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമുക്ക് മനസ്സിലായത് എന്തിലൂടെയാണ്? അത് പോളറൈസേഷൻ എന്ന് പറയുന്ന സയൻറ്റിഫിക് ഫിനോമിനലിലൂടെയാണ്. അപ്പോൾ എന്താണ് പോളറൈസേഷൻ? ലൈറ്റിൻ്റെ വൈബ്രേഷനെ നമ്മൾ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പോളറൈസേഷൻ. സൺഗ്ലാസുകൾ ഉദാഹരണമായിട്ട് എടുക്കുക. രണ്ട് ദിശയിൽ കണ്ട് ഇവിടെ യെല്ലോയിലും ബ്ലൂവിലും കാണുന്നുണ്ട്. ആ രണ്ട് ദിശ എന്ന് പറയുന്ന പോളറൈസറിലൂടെ പോയപ്പോൾ എന്തായിട്ട് മാറി? ഒരു ദിശ മാത്രമായിട്ട് മാറി. ഇതാണ് പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റുകൾ ഒന്നും കൂടെ ഒന്ന് നോക്കുക. ലൈറ്റ് ഒരു എനർജിയാണ്, അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി ഒപ്റ്റിക്സ് ആണ്. ലൈറ്റ് സഞ്ചരിക്കാൻ വാക്യൂമിലൂടെ പറ്റും. 3 to 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി. അത് കണ്ടെത്തിയത് റോമറാണ്. ലൈറ്റ് സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് എത്താൻ 8.19 സെക്കൻഡ് വേണം. 1.28 സെക്കൻഡ് മതി. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്ന യൂണിറ്റാണ് കാൻഡല. ലൈറ്റ് എന്ന് പറയുന്ന ഒരു നോൺ മെക്കാനിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. മെക്കാനിക്കൽ വേവ് എന്ന് വെച്ചാൽ മീഡിയം വേണ്ട വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് മീഡിയം വേണ്ട. ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് വൈബ്രേറ്റ് ചെയ്ത് പോകുന്നു. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശ അനുസരിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. ഡയറക്ഷൻ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതേ ദിശയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുമെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡ്. എന്നാൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമെങ്കിൽ അത് ട്രാൻസ്വേഴ്സ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്തു? പോളറൈസേഷനിലൂടെ നമ്മൾ പ്രൂവ് ചെയ്തു. പോളറൈസേഷനിൽ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ദിശയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മൾ ഒറ്റ ദിശയിലേക്ക് മാത്രം മാറ്റുന്നു. അങ്ങനെ മാറ്റാൻ ട്രാൻസ്വേഴ്സ് വേവിനെ പറ്റുള്ളൂ. സോ നമ്മൾ പ്രൂവ് ചെയ്തു ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ അല്ലേ? ഇനി വരുന്ന ലൈറ്റിൻ്റെ ആദ്യകാലത്തിൽ ലൈറ്റിനെ പറ്റി പഠിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹം പ്രകാശത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തൊരു തിയറിയുടെ പേരാണ് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ്. അദ്ദേഹം പറഞ്ഞു പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കാൾഡ് കോർപ്പസ്ക്യൂൾസ്. ലൈറ്റ് എന്ന് വെച്ചാൽ ചെറിയ പാക്കറ്റ് ഓഫ് എനർജി പോലെയാണ് കാണപ്പെടുന്നത്. പിന്നീട് നമ്മൾ ക്വാണ്ടം തിയറിയൊക്കെ വന്നപ്പോൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലിപ്പോൾ ന്യൂട്ടൺ അന്നേ പറഞ്ഞു എന്താണ് ലൈറ്റ് എന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു കൈ നിറച്ചൊരു മണ്ണ് വാരിയിട്ട് നിങ്ങൾ നേരെ എറിയുകയാണ്. അപ്പോൾ ആ മണൽ തരികൾ നമ്മൾ നേരെ വന്ന് വീഴുന്ന പോലെയാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് എപ്പോഴും ചെറിയ ചെറിയ പാർട്ടിക്കിളാണ്. നമ്മളിത് എറിയുമ്പോൾ നേരെയല്ലേ പോകുന്നത്. അപ്പോൾ ലൈറ്റ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണെന്നും ലൈറ്റ് കണ്ടു ഇതുപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ടാണ് വരുന്നതെന്നും ലൈറ്റ് സഞ്ചരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്നും അത് ഒരു പാർട്ടിക്കിൾ കാണിക്കുന്ന സ്വഭാവം കാണിക്കുമെന്നും പറഞ്ഞ തിയറിയുടെ പേരാണ് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിച്ച പോളറൈസേഷൻ നമുക്ക് ഈ തിയറി വെച്ച് പറയാൻ പറ്റത്തില്ല. ഡിഫ്രാക്ഷൻ പിന്നീട് പഠിക്കാം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ തിയറി വെച്ച് പറ്റത്തില്ല. ഇൻ്റർഫറൻസ് അത് നമുക്ക് ഈ തിയറി വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഇൻ്റർഫറൻസ്, എന്താണ് ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ പഠിച്ചു. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം ന്യൂട്ടൻ്റെ തിയറി മാത്രം പഠിച്ചു വയ്ക്കുക. കോർപ്പസ്കുലാർ തിയറി പറഞ്ഞത് ആര്? ന്യൂട്ടൺ എന്താ അതിൽ പറഞ്ഞത്? ലൈറ്റ് എന്ന് പറയുന്നത് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ്ക്യൂൾസ്. ഇത് സഞ്ചരിക്കുന്നത് നേർരേഖയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലാണ്. ഓക്കെ ആണോ? നോർമലി നമ്മളൊരു SSC ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻസ് ആണ് പഠിപ്പിക്കുന്നത്. തൽക്കാലം ഞാനൊരു 10ാം ക്ലാസ് ലെവൽ താഴെ ആയതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് പിന്നത്തേക്ക് മാറ്റാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് പോവാം. അതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്.
അറിയാം അല്ലേ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും കാണുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ എന്താ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റേ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു, അപ്പോൾ ഒരു മീഡിയത്തിൽ എത്തുന്നു, ആ മീഡിയം ലൈറ്റിനെ കടത്തി വിടുന്നില്ലെങ്കിൽ എന്ത് പറ്റും, ലൈറ്റ് ഇവിടെ തട്ടിത്തെറിച്ചു പോകും അല്ലേ. അപ്പോൾ ലൈറ്റിൻ്റെ ദിശ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് എ ബൗണ്ടറി ബിറ്റ്വീൻ ഡിഫറൻറ്റ് മീഡിയം ത്രൂ വിച്ച് ഇറ്റ് കനോട്ട് പാസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് റെഗുലർ റിഫ്ലക്ഷൻ, മറ്റൊന്ന് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്പെക്കുലർ റിഫ്ലക്ഷൻ, ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. എന്താണെന്ന് നോക്കാം. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു സ്മൂത്തായ സർഫസിലാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്. ഒരു സ്മൂത്തായ സർഫസിലാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്. തട്ടി പറയുന്ന അതേ ആംഗിൾ തിരിച്ചു പോകുമെങ്കിൽ ഇതിനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പ്രതിബിംബം കാണുന്നുണ്ടെങ്കിൽ അത് റെഗുലർ റിഫ്ലക്ഷനിലായിരിക്കും. അതായത് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്, റെഗുലർ റിഫ്ലക്ഷനിലാണ്. അതായത് the regular reflection is when the light falls on a smooth shiny surface. എക്സാമ്പിൾ നമ്മളെ കണ്ണാടി. അപ്പോൾ ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇവിടെ ലൈറ്റ് റേസ് എപ്പോഴും വരുന്ന റേസും അതുപോലെ പോകുന്ന റേസും പരസ്പരം എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. നിങ്ങൾ ഇമേജ് കാണുന്നുണ്ടെങ്കിൽ അത് റെഗുലർ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇറഗുലർ റിഫ്ലക്ഷൻ? സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റഫ് ആയിരിക്കും. അപ്പോൾ വന്ന് തട്ടുന്ന ലൈറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ തട്ടിത്തെറിച്ച് പോയാൽ അതാണ് എന്താ, ഇറഗുലർ റിഫ്ലക്ഷൻ. നമ്മളതിനെ ഇറഗുലർ എന്നോ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്നോ വിളിക്കും. So when a beam of parallel rays incident on a rough surface, the reflected ray scatter in different direction. ഇതിനെയാണ് നമ്മൾ ഇറഗുലർ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ പറയുന്ന നിങ്ങളുടെ ചുറ്റും തിരിഞ്ഞു നോക്കി നിങ്ങൾ എല്ലാ ഒബ്ജക്റ്റിനെയും കാണുന്നുണ്ടെങ്കിൽ അത് ആ ഒബ്ജക്റ്റിൽ നടക്കുന്ന ഇറഗുലർ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അല്ല അവിടെ നടന്ന റെഗുലർ ആയിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇരുന്നേനെ. അതായത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നോക്കുമ്പോൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ പ്രതിബിംബം അതിൽ കാണും. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റുകളൊക്കെ കാണുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ കൊണ്ടും നമ്മളൊരു ഇമേജ് നമ്മുടെ പ്രതിബിംബം കാണുന്നത് റെഗുലർ റിഫ്ലക്ഷൻ കൊണ്ടുമാണ്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതും റെഗുലർ റിഫ്ലക്ഷനും കണ്ണാടികൾ മിറേഴ്സിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ ഒരു പ്ലെയിൻ സർഫസിൽ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ നമുക്കറിയാം വന്ന് വീഴുന്ന റേയെ വിളിക്കുന്ന പേര് ഇൻസിഡൻറ്റ് റേ, തട്ടിത്തെറിച്ചു പോകുന്ന റേയെ വിളിക്കുന്ന പേര് റിഫ്ലക്റ്റഡ് റേ. ഇവർക്കിടയിലുള്ള ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരയ്ക്കുന്ന 90 ഡിഗ്രി ആർക്ക്, സർഫസിന് 90 ഡിഗ്രി വരയ്ക്കുന്ന ലൈനിൻ്റെ പേര് നോർമൽ. ഇനി ശ്രദ്ധിച്ച് കേട്ടോളേ, ഇൻസിഡൻറ്റ് റേയും നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് വിളിക്കും. റിഫ്ലക്റ്റഡ് റേയും നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ എന്ത് വിളിക്കും, ആർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഒക്കെ എന്തായിരിക്കും, ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരും, എന്താ ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഇങ്ങനെ ലൈറ്റ് വന്ന് പോകുന്നതൊക്കെ തന്നിട്ട് ഈ ആംഗിൾ തന്നിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കുക, ഈ ആംഗിൾ തന്നിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കുക എന്ന രീതിയിലൊക്കെ ചോദ്യം വരും. അപ്പോൾ നമുക്കറിയണം എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതിൽ നമുക്ക് പകുതി തന്നാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 30 തന്നാൽ ഇത് എത്ര എന്ന് ചോദിച്ചാൽ മൊത്തം 90ൽ നിന്ന് 30 കുറച്ച് നമുക്ക് ആ പറയുന്ന ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് റെഗുലർ റിഫ്ലക്ഷനിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ബേസിക് ടേംസ് എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്? ഇൻസിഡൻറ്റ് റേ, അതായത് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് റേ വന്ന് തട്ടുന്നു, തട്ടി അതേ ആംഗിൾ തിരിച്ചു പോകും. ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇവിടെ വരയ്ക്കുന്ന 90 ഡിഗ്രി ലൈനാണ് നോർമൽ. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷനെ പറയുന്നത് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എല്ലാം എന്തായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഐ ഈസ് ഈക്വൽ ടു ആർ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തിരിച്ചു അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനെ പറയുന്നത്. ഓക്കെ അല്ലേ, ശരിയല്ലേ? എങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ചെറിയ ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ? ഒന്നിലധികം കണ്ണാടികൾ നമ്മൾ വച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ എത്ര പ്രതിബിംബം ഉണ്ടാകുമെന്നത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 360/θ - 1.
അതായത് ഇപ്പോൾ 2 കണ്ണാടികൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പ്രതിബിംബം ഉണ്ടായി എന്നതിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ഇമേജ് n എന്ന് വെച്ചാൽ 360 തീറ്റ. തീറ്റ എന്ന് വെച്ചാൽ ഇവർക്കിടയിലുള്ള ആംഗിൾ -1. അപ്പോൾ ആദ്യം 360 തീറ്റ ചെയ്തിട്ട് -1 ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി 2 കണ്ണാടികൾ നമ്മൾ പരസ്പരം പാരലായി വെച്ചേക്കുകയാണെങ്കിൽ അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൊരു കണ്ണാടി, പുറകിലൊരു കണ്ണാടി, നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ പോലെ കുറേ ഇമേജുകളകത്ത് ഉള്ളതായിട്ട്. ഓർമ്മയുണ്ടല്ലോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് നോക്കി. നമ്മൾ എന്താ പഠിച്ചത്? പോളറൈസേഷൻ വരെ നമ്മൾ നോക്കി. കോർപ്പസ്കുലർ തിയറി പറഞ്ഞത് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. അതിനെയാണ് കോർപ്പസ്ക്യൂൾ എന്ന് വിളിക്കുന്നത്. അതെപ്പോഴും സഞ്ചരിക്കുന്നത് സ്ട്രൈറ്റ് ലൈനിലായിരിക്കും. ഈ സ്ട്രൈറ്റ് ലൈനിൽ ലൈറ്റ് സഞ്ചരിക്കുന്നതിന് നമ്മൾ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നതും എന്ത് തന്നെയാണ്? ലൈറ്റ് സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നതിനെയാണ്. ലിമിറ്റേഷൻ എന്താണ്? ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റിഫ്ലക്ഷൻ എന്താണ്? 2 തരമുണ്ട്, റെഗുലറും ഇറഗുലറും. സ്മൂത്ത് സർഫസിൽ റെഗുലർ, റഫ് സർഫസിൽ ഇറഗുലർ അറിയാം. ഇനി ലൈറ്റ് വന്ന് തട്ടുമ്പോൾ വരുന്ന റേ ഇൻസിഡൻറ്റ് റേ, പോകുന്ന റേ റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും നോർമലും അറിയാം. ലോസ് ഓഫ് റിഫ്ലക്ഷന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റഡ് റേ ഒരേ സർഫസിലായിരിക്കും. മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് പറഞ്ഞത് എന്താ? ഒന്നിലധികം കണ്ണാടികൾ നമ്മൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഒന്നിലധികം ഇമേജുകൾ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണം. ഉദാഹരണം നമ്മുടെ കലൈഡോസ്കോപ്പും പെരിസ്കോപ്പും. കലൈഡോസ്കോപ്പ് അറിയാമല്ലോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പാറ്റേണുകൾ കാണുന്ന സാധനം കലൈഡോസ്കോപ്പ്. പെരിസ്കോപ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താണ്? സബ്മറീനിലൊക്കെ നിന്നിട്ട് സർഫസ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അന്തർവാഹിനിയിൽ നിന്നിട്ട് പുറം കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം പെരിസ്കോപ്പ്. അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഫിനോമിനൻ ആണ്. അവിടെ ഉണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണം n എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഫോർമുല 360 അവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ -1 ആണ്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2 കണ്ണാടികൾക്കിടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അവിടെ 7 ഇമേജ് ഉണ്ടാവും. 60 ഡിഗ്രി ആണെങ്കിൽ 5, 90 ആണെങ്കിൽ 3, 120 ആണെങ്കിൽ 2, 180 ആണെങ്കിൽ 1. അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360, അതായത് പരസ്പരം പാരലൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എന്തുണ്ടാകും? ഇമേജ് ഉണ്ടാകും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണാടികൾ അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ്? മിറേഴ്സിനെ പറ്റിയിട്ടാണ്. പ്ലെയിൻ മിറർ, സ്പെറിക്കൽ മിറർ, കോൺകേവ്, കോൺവെക്സ് മിറേഴ്സ്, അതിൻ്റെ ഇമേജ് ഫോർമേഷനും. അതൊരൊറ്റ ക്ലാസ്സിൽ തീർക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.